സ്പൈനൽ കോഡ് ഇഞ്ചുറീനെ കുറിച്ച് നമ്മൾ ആധികാരികമായിട്ട് ഒന്ന് പഠിക്കുക. ആധികാരികമായിട്ടല്ല, നമ്മളതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി. ഇത്ര ഉള്ളൂ അതിനകത്ത്. ഇത്രയും കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി പോകുന്നതിനെക്കുറിച്ച് ചുരുക്കം അതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് അനാട്ടമി നമ്മൾ അറിയണം. അതായത് നമുക്ക് 7 സെർവിക്കൽ വെർട്ടിബ്രായ ഉണ്ട്, പിന്നെ 12 തൊറാസിക് വെർട്ടിബ്രായ ഉണ്ട്, 5 ലംബാർ ഉണ്ട്, 5 സാക്രൽ റീജിയൻ ഉണ്ട്, 4 കോക്കീജിയൽ എന്ന് പറയുന്ന ബോണുണ്ട്. പക്ഷേ ഈ കോക്കീജിയൽ ബോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 കൂടി ഫ്യൂസായിട്ട് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായി? ഫ്യൂസായിട്ടാണ് അത് നിൽക്കുന്നത്, മൂവബിളല്ല കോക്കീജിയൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് 7 സെർവിക്കൽ വെർട്ടിബ്രായ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ 8 സെർവിക്കൽ നെർവുകളുണ്ട്. മനസ്സിലായി? 7 ഉള്ളു വെർട്ടിബ്ര എന്ന് പറയുന്നത്, പക്ഷേ 8 നെർവുകളുണ്ട്, സെർവിക്കൽ നെർവുകൾ. 12 തൊറാസിക്, 5 ലംബാർ, 5 സാക്രൽ നെർവ് 5, പിന്നെ കോക്കീസ് 4 കൂടി ഫ്യൂസായിട്ട് ഒന്നാണെന്ന് പറഞ്ഞല്ലോ കോക്കീജിയൽ. ആ കോക്കീജിയൽ എന്ന് പറയുന്നതിനകത്ത് ഒറ്റ നെർവേ ഉള്ളൂ. മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ ഒരു ബേസിക് അനാട്ടമി എന്ന് പറയുന്നത്. ഇതിൽ എവിടെയൊക്കെയാണോ പ്രശ്നം ഉണ്ടാകുന്നത് അതിനനുസരിച്ച് സിറ്റുവേഷനുകൾ മനസ്സിലാക്കും. അപ്പോൾ ആ പോയിൻ്റായിട്ട് നമ്മൾ ആ ഭാഗങ്ങൾ മാത്രമേ, മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന ഏരിയകൾ മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അതായത് C2 C3 സെർവിക്കൽ നെർവ് 2ഉം 3ഉം ഇത് ഏറ്റവും ഫാറ്റലായിട്ടുള്ള നെർവുകളാണ്. ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും അടി കിട്ടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആളപ്പം മരിച്ചു പോകും. അത് ഏറ്റവും കൂടുതൽ ബാക്കിലേക്ക് മരണം ഉണ്ടായി മരിക്കുന്നതിൻ്റെ കാരണം, പ്രശ്നം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ അടി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഈ സാക്രൽ നെർവുകൾക്ക്, ഈ സാക്രം 2ഉം സാക്രം 3ക്കുമാണ്. മനസ്സിലായോ? പിന്നെ സാക്രൽ സെർവിക്കൽ, അതുപോലെ തന്നെ സെർവിക്കൽ 4ഉം 5ഉം 6ഉം. പിന്നൊരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ 4ഉം 5ഉം 6ഉമാണ്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് റെസ്പിറേഷനെ ബാധിക്കും. മനസ്സിലായോ? പിന്നെ ഫുള്ളി പാരലൈസ്ഡ് ആയിരിക്കും, ക്വാഡ്രപ്ലീജിയ എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും. ഹാർട്ട് റേറ്റിനെയും ബാധിക്കും. ഈ 3 കാര്യങ്ങളെ ഈ സെർവിക്കൽ 4ഉം 5ഉം 6ഉം പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിക്കും. പിന്നെ തൊറാസിക് 6 ആണ് ഒരു ലാൻഡ്മാർക്ക് ഏരിയ ആയിട്ട് പലപ്പോഴും പറഞ്ഞേക്കുന്നത്. അപ്പം തൊറാസിക് 6ൽ ഉണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാലോ. കാരണം അത് ഏതൊക്കെ ഭാഗത്തെയാണോ അഫക്റ്റ് ചെയ്യുന്നത്, സിമ്പത്തറ്റിക്കിനെയാണോ അഫക്റ്റ് ചെയ്യുന്നത്, പാരാസിമ്പത്തറ്റിക്കിനെയാണോ അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനനുസരിച്ചൊക്കെ ഇതിനകത്ത് വേരിയേഷനുകളുണ്ടാവും. ഇപ്പം സിമ്പത്തറ്റിക്കിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ന്യൂറോജനിക് ഷോക്കായിരിക്കും ഉണ്ടാകുന്നത്. പാരാസിമ്പത്തറ്റിക്കിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോണമിക് ഡിസ്റിഫ്ലക്സിയ ആയിരിക്കും ഉണ്ടാകുന്നത്. മനസ്സിലായോ? പിന്നെ മസിൽ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ താഴത്തേക്കുള്ള ഇത് കുറയും. അതുകൂടാതെ നമ്മുടെ ബോഡിയിലെ ഇൻറ്റേർണൽ ഓർഗൻ, ചെസ്റ്റ്, ട്രങ്ക്, ലെഗ് മുതലായ ഭാഗത്തേക്കുള്ള മസിൽസുകളെല്ലാം വീക്കാവും. ബൗൾ, ബാഡർ ഡിസ്ഫങ്ഷനുകൾ ഉണ്ടാകും. പിന്നെ ബ്ലാഡർ ഡിസ്റ്റൻഷൻ ഉണ്ടാവും. പിന്നെ പാരാലൈറ്റിക് ഇലിയസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവും. അതായത് നമ്മുടെ സൗണ്ടുകളെല്ലാം, ബൗൾ സൗണ്ടുകളെല്ലാം പൂർണ്ണമായിട്ട് നിന്ന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന അവസ്ഥയാണ് പാരാലൈറ്റിക് ഇലിയസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ്, ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടാവും. മനസ്സിലാകും? പിന്നെ ലംബാർ ഇഞ്ചുറിയിൽ മെയിനായിട്ട് സംഭവിക്കുന്നത് ലോസ് ഓഫ് സെൻസേഷൻ ആൻഡ് മൂവ്മെൻറ്റ്. അത് ലോവർ എക്സ്ട്രീമിറ്റി തളർന്നു പോകും മൊത്തം. മനസ്സിലായോ? ആൾക്ക് നടക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് സാക്രൽ ബോണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സാക്രൽ 2ഉം 3ഉം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ന്യൂറോജനിക് ബ്ലാഡർ എന്ന് പറയുന്നത്, ബ്ലാഡറിൽ നിന്ന് യൂറിൻ കൃത്യമായിട്ട് പുറത്തേക്ക് മൂത്രമൊഴിക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥയുണ്ടാവും. ന്യൂറോജനിക് ബ്ലാഡർ എന്നാണ്
അതിന് പറയുന്നത്. അത് സാക്രൽ 2-ലും സാക്രൽ 3-ലും പ്രശ്നം ഉണ്ടായാലാണ്. പിന്നെ സാക്രം 2 തൊട്ട് 4 വരെയുള്ള 4ഉം കൂടി ചേർത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആയിരിക്കും പേഷ്യൻറ്റിന് ഉണ്ടാകാൻ പോകുന്ന ഒരു കോംപ്ലിക്കേഷൻ. അപ്പോൾ സാക്രൽ റീജിയനിൽ ന്യൂറോജനിക് ബ്ലാഡറിനെയും സെക്ഷൽ ഡിസ്ഫങ്ഷനെയും ബാധിക്കുന്ന ഈ സിമ്പിൾസുകൾ ന്യൂറോൺസുകൾ കടന്നു പോകുന്ന ഏരിയയാണ്. തൊറാസിക്കിന് ന്യൂറോജനിക് ഷോക്ക് അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ന്യൂറോജനിക് ഷോക്ക് ചിലപ്പം ഓട്ടോണമിക് ഡിസ്റിഫ്ലക്സി ആയിരിക്കും വരുന്നത്. പിന്നെ ലോസ് ഓഫ് മൂവ്മെൻറ്റിന് ചെസ്റ്റ്, ട്രങ്ക്, ലെഗ്, ബവൾ ആൻഡ് ബാർഡർ, പാരാലൈറ്റിക് ഇലിയസ്. ബവളിലാണെങ്കിൽ പാരാലൈറ്റിക് ഇലിയസ് ഉണ്ടാവും, കാരണം സൗണ്ട് ഇല്ല, അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ഫീക്കൽ ഇമ്പാഷൻ ഉണ്ടായാണ് ഈ ബവൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റൻഷനൊക്കെ ഉണ്ടാകുന്നത് അല്ലേ. ഇതാണ് ഇതിനെക്കുറിച്ചുള്ളൊരു പൊതു നെർവ് ഇഞ്ചുറി എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ചെയ്തേക്കുന്ന ഒരു ഏരിയ. ഇനി ഇത് സ്പൈനൽ കോഡിൻ്റെ അടുത്ത ഭാഗമാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറിയുടെ മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. അത് പെട്ടെന്നൊരു പേഷ്യൻ്റ് എമർജൻസിയിലേക്ക് വരുമോ. എമർജൻസി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെന്ന് സ്പൈനൽ കോഡ് ഇഞ്ചുറി സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പേഷ്യൻറ്റിനെ നല്ല ഫ്ലാറ്റ് പൊസിഷനിൽ കിടത്തണം. മനസ്സിലായോ? ഫ്ലാറ്റ് പൊസിഷനിൽ ന്യൂട്രലായിട്ട് കിടത്തണം. അതായത് പേഷ്യൻറ്റിൻ്റെ ഹെഡ്, നെക്ക്, ബാക്ക് ഇത് ഒരേ ലെവലിലായിരിക്കണം. തിരിഞ്ഞാലും മറിഞ്ഞാലും എങ്ങനെയും എല്ലാം ഒരേ ലെവലിലായിരിക്കണം ചെയ്യേണ്ടത്. അതിന് നമ്മൾ ആദ്യം പേഷ്യൻറ്റിന് ഒരു കോളർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? കോളർ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പേഷ്യൻ്റ് ഈ കോളർ ഉള്ളതുകൊണ്ട് ഒരിക്കലും ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നെക്കോ ഇതൊന്നും ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ അതേ സ്റ്റിഫിൽ തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ തിരിക്കുകയോ മറിക്കുകയോ ചെയ്യണമെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ മറിക്കണം. അപ്പോൾ അതിന് ലോഗ് റോളിംഗ് എന്നാണ്. അതായത് ഈ തടിവെട്ടുകാർ മരം മറിക്കത്തില്ലേ, കാരണം ഒരു ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ ഒരേ രീതിയിൽ മൊത്തം റോൾ ചെയ്യുന്ന രീതി, ആ രീതിയിൽ പേഷ്യൻറ്റിനെ മറിക്കണം. സൈഡ് ലൈൻ പൊസിഷനിലേക്കും കിടത്താം, പക്ഷേ ഇങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നിൽക്കത്തക്ക രീതിയിൽ, അല്ലാതെ ഒരു ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. പിന്നെ അബ്നോർമൽ ഫ്ലക്ഷൻ, റൊട്ടേഷൻ, എക്സ്റ്റൻഷൻ ഇതെല്ലാം ഒഴിവാക്കണം. കാരണം പേഷ്യൻറ്റ് നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് CT ചെയ്ത് ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുന്നവരെ നമ്മൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി സസ്പെക്റ്റ് ചെയ്യണം. ഒരു ബാക്കിന് പെയിൻ ഉണ്ടായാൽ വീണ് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച്. പിന്നെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പൊസിഷനാണ് നമ്മൾ കൊടുക്കുന്നത്, നീണ്ടു കിടക്കുന്ന പൊസിഷനാണ്. ഇനിയിപ്പം പുള്ളിക്കൊരു 30 ml പൊക്കണമെങ്കിൽ ബാക്ക് ഉൾപ്പെടെ ആയിരിക്കണം പൊക്കേണ്ടത്. മനസ്സിലായോ? ഈ അലൈൻമെൻറ്റ് കറക്റ്റായിരിക്കണം. ഒരു ഭാഗവും ട്വിസ്റ്റ് ചെയ്യരുത്, ട്യൂൺ ചെയ്യരുത്. ഈ ഹെഡും നെക്കും സ്പൈനൽ കോഡും. പേഷ്യൻറ്റിന് സിറ്റിംഗ് പൊസിഷൻ കൊടുക്കരുത്, ഫ്ലാറ്റ് പൊസിഷൻ ആയിരിക്കണം മാക്സിമം കൊടുക്കേണ്ടത്. പിന്നെ ആസ്പിറേഷനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് ലൈൻ പൊസിഷനും കൂടി റെക്കമെൻഡ് ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പിറേറ്ററി പാറ്റേൺ ശ്രദ്ധിച്ചോണം. കാരണം എപ്പോൾ വേണേലും പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി പാറ്റേണിൽ പ്രശ്നം ഉണ്ടായി പേഷ്യൻ്റ് ആ റെസ്പിറേറ്ററി അറസ്റ്റൊക്കെ ഉണ്ടാകാനായിട്ട് ഒരുപാട് സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി ഹോസ്പിറ്റലിൽ വന്നാലുള്ള മാനേജ്മെൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം സെർവിക്കൽ 3 അല്ലെങ്കിൽ സെർവിക്കൽ 4 നിന്നാണ് റെസ്പിറേറ്ററി സെൻറ്ററായ ഫ്രണിക്സ് നേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു അടിയോ തട്ടലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലം എപ്പോഴും സസ്പെക്റ്റ് ചെയ്തോണം. കാരണം ഡയഫ്രത്തെയും ഇൻ്റർകോസ്റ്റൽ മസിൽസുകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന
റെസ്പിറേറ്ററി സെൻറ്ററാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സംബന്ധമായിട്ട് എന്തെങ്കിലും പേഷ്യൻ്റ് പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ABG ആണ് ചെക്ക് ചെയ്യേണ്ടത്. ABG എടുത്ത് ചെക്ക് ചെയ്യണം. ABGയിൽ ഒരുപാട് വേരിയേഷനും പ്രശ്നങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് യൂണിലാറ്ററലായിട്ടാണ് ലങ്സ് സൗണ്ട് കേൾക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് ആയിട്ടാണ് സൗണ്ട് കേൾക്കുന്നതെങ്കിൽ, നമ്മൾ ഉള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്ന പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്ത് വെൻറ്റിലേറ്ററിൽ ഇടുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം റെസ്പിറേറ്ററി സെൻറ്ററിനാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നതെങ്കിൽ പേഷ്യൻറ്റ് എന്നാ ശ്രമിച്ചാലും പേഷ്യൻറ്റിന് കയറിപ്പോരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, വെൻറ്റിലേറ്ററെ ഇടേണ്ടതായിട്ട് വരും. പിന്നെ പേഷ്യൻറ്റ് നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് സ്പൈറോമീറ്ററി ചെയ്യാനായിട്ടും ചെറിയ കഫിങ് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ അതിന് കോൺട്രാൻഡിക്കേഷൻ ഒന്നുമില്ല എങ്കിൽ ചെയ്യിക്കുന്നുണ്ട്. കാരണം അനങ്ങാതെ കിടന്ന് ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ അസസ്മെൻ്റ് ആണ്. അതായത് പേഷ്യൻ്റ് ICUയിൽ വന്ന ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നമ്മൾ അസസ് ചെയ്യണം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഗ്ലാസ്കോ കോമ സ്കെയിലാണ് മോണിറ്റർ ചെയ്യേണ്ടത്. എങ്ങനെയുണ്ട് കോൺഷ്യസ് ലെവൽ, സ്പീക്കിംഗ്, ഓറിയൻറ്റേഷൻ മുതലായ കാര്യങ്ങൾ, ഐ ഓപ്പണിങ് മുതലായ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ മോട്ടോർ ആൻഡ് സെൻസറി ഫങ്ഷനാണ്. അപ്പം അത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അത് നമ്മൾ നോക്കുന്നത് പേഷ്യൻറ്റിൻ്റെ എബിലിറ്റി, അതായത് കയ്യെ പിടിച്ച് ഡോക്ടർ നോക്കാറുണ്ട്, സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഹാൻഡിന് എങ്ങനെയുണ്ട്, സ്പിങ്കർ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറയും, കയ്യും കാലും ഒക്കെ എല്ലാ ഭാഗവും അനക്കി നോക്കാനായിട്ട് പറയും. അപ്പോൾ പേഷ്യൻ്റ് എല്ലാം അനക്കുന്നുണ്ടെങ്കിൽ നോക്കിയൊക്കെയാണ് നമ്മളത് ഫീറ്റ്, കാര്യം, കൈ, കാല് എല്ലാം നമ്മൾ അനക്കിച്ച് നോക്കി മനസ്സിലാക്കും. പിന്നെ ആബ്സെൻസ് ഓഫ് ദ സെൻസേഷൻ, പേഷ്യൻ്റ് സെൻസേഷൻ്റെ ആബ്സെൻസ് ഉണ്ടോ? ചില സെൻസേഷനുകൾ കാണത്തില്ല, ചിലപ്പോൾ ഹൈപ്പോ സെൻസേഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് നമ്മൾ പിച്ചിങ് ആൻഡ് പ്രിക്കിങ്, അത് ചില ഭാഗത്ത് ഞുള്ളിയും പിടിച്ചുമൊക്കെ നമ്മൾ നോക്കും. ചില ഇത് വെച്ച് നമ്മൾ നോക്കും. ചിലപ്പോൾ നമ്മൾ ഒരു ഉരയ്ക്കുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്, അത് വെച്ച് നമ്മൾ പ്രിക്ക് ചെയ്ത് ബോഡിയിൽ എല്ലാ ഭാഗത്തും സെൻസേഷനൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. പിന്നെ പേഷ്യൻറ്റിന് നല്ല പെയിൻ ഉണ്ടെങ്കിൽ അനാൽജസിക്ക് കൊടുക്കും. പിന്നെ പേഷ്യൻറ്റിന് ഫിസിയോതെറാപ്പി കൊടുക്കും. ഫിസിയോതെറാപ്പി എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ മസിൽ സ്ട്രെങ്തും മസിൽ കൺട്രാക്ഷനും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലെങ്കിൽ പേഷ്യൻറ്റ് അനങ്ങാതെ കിടന്ന് വേറെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പേഷ്യൻറ്റിന് കൊടുക്കുന്ന പൊസിഷൻ നമ്മളൊന്ന് പറഞ്ഞതാണ്, എന്നാലും പൊസിഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം. അങ്ങനെ പൊസിഷൻ കൊടുക്കുന്നെങ്കിലും നമ്മളിടയ്ക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യുകയും കൂടി വേണം. എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് പ്രഷർ അൾസർ അനക്കമില്ലാത്ത പേഷ്യൻ്റാണ്, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 hours നമ്മൾ 3 പേര് പിടിച്ച് ഒരേ രീതിയിൽ ചേഞ്ച് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കിടത്തണമെന്നാണ് ഇതിനകത്തെ റൂള്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുകയും വേണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് പ്രഷർ അൾസർ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ വലിയ പാടാണ്. അപ്പം നമ്മൾ ലോഗ് റോളിംഗ് മോഡലായിരിക്കണം പേഷ്യൻറ്റിന് അങ്ങനെ പൊസിഷൻ ചെയ്യുമ്പം ഉപയോഗിക്കേണ്ടത്. പിന്നെ DVT, കാരണം പൾമണറി എംബോളിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് DVTക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിക്കോഷൻ, കാരണം അനക്കമില്ലാതെ കിടക്കുന്ന പേഷ്യൻ്റ്, അപ്പം DVT പ്രിക്കോഷൻ്റെ ഭാഗമായിട്ട് പേഷ്യൻറ്റിന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആകുന്നില്ലെങ്കിൽ നമ്മൾ ലോ മോളിക്കുലർ ഹെപ്പാരിൻ പേഷ്യൻറ്റിന് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൂടെ നമ്മൾ ആൻറ്റി എംബോളിക് സ്റ്റോക്കിംഗ് ഉപയോഗിക്കും. പിന്നെ ന്യൂമാറ്റിക് കംപ്രസീവ് ഡിവൈസ് ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ പേഷ്യൻ്റ് DVT മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് വേറെ പ്രശ്നം ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ പ്രശ്നമുള്ളൊരു സംഭവമാണ് പാരാലൈറ്റിക് ഇലീസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ ബ്ലാഡറിലും ബൗളിലൊക്കെയുള്ള ഫങ്ഷനുകൾ കുറഞ്ഞു പോകും. അപ്പം ബൗളിനകത്തുള്ള ഫങ്ഷൻ കുറഞ്ഞ് പേഷ്യൻറ്റിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായി ഫീക്കൽ മാറ്ററൊക്കെ ബോഡിയിൽ കെട്ടിക്കിടന്ന് പേഷ്യൻറ്റിന് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട്
സംഭവമുണ്ട്. അപ്പം പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആബ്സെൻ്റ് ആണ് പാരാലൈറ്റിക് ഇലിയസ് ഉള്ള. അപ്പം അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ ഒരിക്കലും ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കൊടുത്താലും ഉള്ളിലേക്കും പോകത്തില്ല, അത് പുറത്തേക്കും പോകത്തില്ല. കാരണം അവിടെയുള്ള പെരിസ്റ്റാലിസിസ് മൂവ്മെൻ്റ് ഒക്കെ കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻറ്റിനാണെങ്കിൽ നമ്മൾ NPM ആണ് വയ്ക്കുന്നത്. പേഷ്യൻറ്റ് ഒന്നും കൊടുക്കത്തില്ല. നമ്മൾ പകരം NG ട്യൂബ് ആസ്പിരേഷൻ ഉണ്ടാകും. കാരണം അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസൊക്കെ കെട്ടിക്കിടന്ന പേഷ്യൻറ്റ് വേറെ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയുള്ള പേഷ്യൻറ്റ് നമ്മൾ IV ഫ്ലൂയിഡ് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷനും കൊടുക്കാറുണ്ട്. പിന്നെ അസസ് യൂറിൻ ആൻഡ് ബ്ലാഡർ. യൂറിനറി റിട്ടൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പേഷ്യൻറ്റ് കാത്തട്രൈസ് ചെയ്യേണ്ടി വരും. കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആകുന്നില്ലെങ്കിൽ 200 ml ഓഫ് ഫ്ലൂയിഡൊക്കെ ഒരു ദിവസം പേഷ്യൻറ്റിന് കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് കോൺസ്റ്റിപ്പേഷനൊക്കെ മാറാനും നല്ല ഫ്ലൂയിഡ് വോളിയം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ പേഷ്യൻറ്റിന് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് അല്ല, ഡിപ്പെൻഡാണ്. എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായം വേണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും ഈ പേഷ്യൻ്റ്. അപ്പം ഡിപ്രഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പിയും കൊടുക്കണം. അതുകൂടാതെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണം. അതായത് ഈ അവസ്ഥ വെച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നും സെൽഫ് കെയർ മാനേജ്മെൻറ്റും പേഷ്യൻറ്റിനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം സ്വന്തം കാര്യം തന്നെ ചെയ്യിക്കാനുള്ള അവസ്ഥയിലേക്ക് പേഷ്യൻറ്റിനെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിയും കുടുംബവും ഒക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ സെർവിക്കൽ ട്രാക്ഷൻ കൊടുക്കണം. കാരണം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്, സെർവിക്സിനെ അനക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ഷൻ കൊടുക്കും. അപ്പം സെർവിക്കൽ ട്രാക്ഷൻ കൊടുക്കണം. അതായത് ഹോളോ സെർവിക്കൽ ട്രാക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. പിന്നെ സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീകംപ്രസീവ് ലാമിനക്ടമി എന്ന് പറയും. അതായത് എവിടെയാണോ, ഏത് ബോണാണോ ഈ നെർവിന് ഡാമേജ് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാക്കി നെർവിലേക്ക് തള്ളിയിരിക്കുന്നത്, ആ നെർവിനെ എന്തെങ്കിലും കാര്യം ഉപയോഗിച്ച് മുറിച്ച് മാറ്റുന്നതിനാണ് ഡീകംപ്രസീവ് ലാമക്ടമി എന്ന് പറയുന്നത്. പിന്നെ സ്പൈനൽ ഫ്യൂഷൻ, അതായത് എവിടെ പ്രശ്നം ഉള്ള എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഫിക്സ് ചെയ്തെടുക്കുന്നതിനാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് ചെയ്യുന്ന മെയിൻ സർജിക്കൽ മാനേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.